കയറി പതിയെ മതി എല്ലാം. എടാ ഇപ്പം നീ കണ്ടില്ലേ ഏറ്റവും താഴെയാണ് ഫസ്റ്റിൻ്റെ സെക്കൻഡ് ഇടയില്ല ഇപ്പം ന്യൂട്രലാണ് കിടക്കുന്നത്. ഇനി ക്ലച്ച് പിടിച്ച് പയ്യെ താഴോട്ട് ചവിട്ടിക്കും. അപ്പോൾ ഫസ്റ്റിൽ വീണു. ഇനി പയ്യെ ഇച്ചിരി ഒന്ന് കൈ കൊടുത്ത് ക്ലച്ച് ഇച്ചിരി റിലീസ് കൈ അങ്ങനെ തന്നെ പിടിച്ചു. അങ്ങനെ അങ്ങോട്ടെ കൈ ഇച്ചിരി കൊടുത്ത് അത്രേ ഉള്ളൂ. പയ്യെ മതി. ഇനി വേണേൽ ഒന്ന് ക്ലച്ച് പിടിച്ചിട്ട് മുകളിലോട്ട് തട്ടിക്കും. സെക്കൻഡ് വീണോ? പയ്യെ അങ്ങനെ സെക്കൻഡ് പോട്ടെ. നമുക്ക് ബാലൻസ് കിട്ടും. പക്ഷേ ഈ ക്ലച്ചും ഗിയറും ബാലൻസ് ഒന്നായാൽ മതി ബൈക്കിന്. സെറ്റപ്പിൽ തന്നെ അങ്ങനെ പോട്ടെ. പുള്ളിക്കോട്ടെ ഇപ്പം നമ്മൾ തേടയിലായിരിക്കും പോകും. 6 ഗിയർ വരെ ഉണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കേ. കയറ്റം കയറാം. ഇപ്പം തേടലല്ലേ? ഒന്ന് ഡൗൺ ചെയ്തോ. താഴെ ഇട്ടു. എൻ്റെ കൈ കൊടുത്തേ. പോട്ടെ. അതേ പൊക്കോളൂ. വലിമുട്ടി വരുമ്പോൾ ക്ലച്ച് പിടിച്ച് ഗിയർ ഒന്ന് താഴോട്ടിട്ട് പയ്യെ ഇതേ സംഭവം ചെയ്താൽ മതി. ഇനി ഇവിടെ നിർത്തിക്കുക. പയ്യെ ക്ലച്ച് പിടിച്ച് പയ്യെ ഒതുക്കിക്കും. ക്ലച്ച് പിടിച്ച് നിർത്തിക്കും. കാല് കുത്തിക്കും. ഇനി ഇച്ചിരി ഒന്ന് മുന്നോട്ട് എടുത്ത് ഫസ്റ്റിലിട്ടെ. ഏറ്റവും താഴെ വരണം. ഏറ്റവും താഴെയല്ലേ? ഇനി ഈ കാലെടുത്ത് താഴെ പോയി. ഈ കാലെടുത്ത് ബ്രേക്ക് പോയി. ഇപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ഒന്ന് വിട്ടു. ഇതെല്ലാം ചവിട്ടിയാൽ മതി. നിന്നില്ലേ? ഇനി പയ്യെ ക്ലച്ച് റിലീസാക്കി കൈ കൊടുത്ത് ഇച്ചിരി അങ്ങ് നീങ്ങിയാൽ മതി. നീ ആ നീക്കത്തിലങ്ങ് നീക്കി നോക്കി പയ്യെ ഇച്ചിടെ കൈ കൊടുക്കും. പോട്ടെ. വണ്ടി വരുന്നുണ്ടോ നോക്കണേ. നിർത്തുമ്പോഴത്തേനും നമ്മൾ പയ്യെ ഗിയറിട്ട് ഫസ്റ്റിൽ വരണം. ഇപ്പോൾ ഫസ്റ്റിലാണോ? ഇല്ല, ഒന്ന് ചവിട്ടി നോക്കിയാൽ ഫസ്റ്റിലാണോ? ഇപ്പോൾ സെക്കൻഡിലായിരുന്നു. ഇപ്പോൾ ഫസ്റ്റിലേക്ക്. ഇനിയില്ലല്ലോ, താഴെ ചവിട്ടാനില്ലല്ലോ. അതങ്ങനെ നോക്കിയാൽ മതി. ഞാൻ കയറിയേ. ഈ കാലെടുത്ത് മുകളിൽ വെച്ചു. അത് നീ ശീലിച്ചു. അപ്പോൾ വണ്ടി അവിടെ നിൽക്കുകയും ചെയ്തോളൂ. നമുക്ക് സ്മൂത്തായിട്ട് എടുക്കുകയും ചെയ്യാം. പോട്ടെ. അങ്ങനെ തന്നെ കഴിച്ചോടെ കൊടുത്താൽ മതി. പോയി നീങ്ങി നിർത്തിയെടുക്കാം. അത് ആ ബാലൻസാണ് നമുക്ക് വേണ്ടത്. കയറ്റത്ത് നിർത്തിയെടുക്കാനുള്ള ബാലൻസ്. ഇച്ചിരി ഓടിച്ചു കഴിഞ്ഞാൽ ശീലം ആയിക്കോളൂടെ. അത് വേണ്ട. ഒന്ന് ഡൗൺ ചെയ്ത് ഫസ്റ്റ് കട്ടെ. ഇങ്ങനെ ഇതന്നെയാണ് ഇടിച്ച്. ഫസ്റ്റ് തന്നെയാണോ? എന്നാൽ പയ്യെ എടുത്തു. വണ്ടി വരുന്നുണ്ടോ പുറകിന്? ഒരു വണ്ടി കൂടെ ഉണ്ട് പുറകിൽ. നമ്മൾ ഇച്ചിരി ഒതുക്കിക്ക്. അത് പോക്കോട്ടെ. ഈ സ്ലോ ആകും തോറും ഗിയർ ഡൗൺ പോട്ടെ. എടുത്തു. നമ്മൾ സെക്കൻഡ് ഡേയിലും കണ്ട. സെക്കൻഡ് ഡേയിലും തേർഡ് ഡേയിലായി. ഈ പയ്യ ബൈക്ക് കഴിഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഒതുക്കി ചവിട്ടും. എന്നിട്ട് ഒന്നുകൂടെ എടുത്ത് നോക്കാം. ഇങ്ങോട്ട് കയറ്റി ചവിട്ടിക്കും. ക്ലച്ച് പിടിച്ച് ഡൗൺ ചെയ്ത് അങ്ങ് നിർത്തും. ബാക്ക് ബ്രേക്ക് കാലം വെച്ചോണേ. ഞാൻ പറയാം. ഇത്രയും ശ്രദ്ധിച്ചാൽ മതിടാ. ഇതേ നല്ലപോലെ ചവിട്ടി പിടിക്കുക. വണ്ടി അവിടെ നിന്നോളൂ. പിന്നെ നമുക്ക് നീക്കം കിട്ടുന്ന ഈ ഒരു റേഞ്ച് കൈ കൊടുത്തിട്ട് ക്ലച്ച് വിട്ട് കഴിയുമ്പോൾ വണ്ടി പയ്യെ നീങ്ങി തുടങ്ങും. നീ ഫസ്റ്റിലല്ലേ? അതെ. ഞാൻ പറയാം. ചവിട്ടി പിടിച്ചേക്കുമല്ലേ ബ്രേക്ക്? അങ്ങനെ തന്നെ പിടിച്ചു. വണ്ടി പോട്ടെ. നമ്മൾ നീങ്ങി കിട്ടി കഴിയുമ്പോൾ ഇല്ലെങ്കിൽ അമ്മമാരവിടെ ഇത് ചവിട്ടി പിടിച്ചു. പിന്നെ വണ്ടി പുറകോട്ട് പോകുന്നു. ഇതിങ്ങനെ ഇവിടെ ചവിട്ടി പിടിച്ചു. പിടിച്ചാൽ മതി. ക്ലച്ച് ഇച്ചിരി വിട്ട് കൊടുത്തേ. ഞാൻ പറയാം. ക്ലച്ച് ഇച്ചിരി വിട്ട് കൊടുത്തേ. കൈ ഇച്ചിരി കൊടുത്ത്. അത്രയും കൈ കൊടുത്തത്. ക്ലച്ച് വിടും. കൈ വിടും. പോട്ടെ. ഞാൻ ഇനി സെക്കൻഡിൽ ഇട്ട് കൊടുത്തു. പോട്ടെ. നീ ഇപ്പോൾ തേർഡിലേക്ക് ഇട്ട് കൊടുത്തു. അതാ ഈ സെയിം പ്രൊസീജിയർ ഒന്നുകൂടെ ചെയ്ത് ഫസ്റ്റിലിട്ടൊന്ന് ഉറപ്പ് വരുത്തിക്ക്. ഇനി സെൽഫ് അടിച്ചെടുത്ത് ക്ലച്ച് പിടിച്ച് പോട്ടെ. അത്രയും വേണ്ട. ഇത് ചവിട്ടി പിടിച്ച് കൈ എടുത്തേ. കൈ എടുത്ത് ക്ലച്ച് അങ്ങ് വിട്ടോ. പോയി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യണം. ഇച്ചിരി അങ്ങ് നീങ്ങിയിട്ട് ഒന്ന് കുറച്ച് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൈ കൊടുക്കും. അത് മതി. അങ്ങനെ അങ്ങ് പോട്ടെ. കുഴപ്പമില്ലായിരിക്കും. അറിയില്ല, അങ്ങനെ ചെയ്യില്ല. കൈ കുറച്ചിട്ടേ നമ്മൾ ക്ലച്ച് പിടിക്കാവുള്ളൂ. ഓക്കെ. പതിയെ നിർത്തുമ്പോഴത്തേനും കൈ ഫുള്ള് കുറയ്ക്കുന്നു. വേറെ ഒന്നും ചെയ്യണ്ട. ക്ലച്ച് പിടിക്കുന്നു. പയ്യെ അങ്ങ് പോട്ടെ. ഇനി അവിടെ ഒതുക്കി നിർത്തിക്കും. കൈ കൊടു.
ആ അങ്ങനെ പോട്ടെ. ഓ ഏ ഈ